നിധി, മര്യാദയ്ക്ക് എന്റെ ഫോൺ എടുത്താ. തന്നോടല്ലോ മിണ്ടായിരിക്കാൻ പറഞ്ഞ്. ഒരക്ഷരം വേണ്ടി ഇനിയും താൻ എന്റെ വാങ്ങിക്കും. ആ ദേ മാഡം വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നിധി, ഒരുപാട് വിളച്ചിലെടുക്കരുത് നീ. ഫോൺ CKCയുടെ നേർക്ക് പിടിക്കും. എനിക്ക് CKCയാ കാണേണ്ടത്, നിന്റെ മരമൊന്തല്ല. വെറുതെ വയലന്റ് ആവല്ലേ മാഡം, കാണിച്ചു തരാം. ദേ നോക്ക്, മാഡത്തിന്റെ ഭർത്താവിന്റെ കോലം കണ്ടില്ലേ? അയ്യോ CKC, എന്തു പറ്റി? ജ്യോതി, പെട്ടുപോയി ജ്യോതി ഞാൻ. നോക്ക് നിധി, നിന്നോട് നിന്റെ ഭർത്താവിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. CKCക്ക് എന്തെങ്കിലും സംഭവിച്ചാ രണ്ടിനും ഞാൻ വെറുതെ വിടില്ല, ഓർത്തോ? വെറുതെ കിടന്ന് തുള്ളാതെ മാഡം. കൃത്യസമയത്ത് ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, എന്റെ കെട്ടിയോൻ നിങ്ങളുടെ കെട്ടിയോനെ എന്ന് ശവമാക്കിയേനെ. ഇന്ന് വൈകുന്നേരത്തോടെ CKCയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന് പുതിയ വീടിന്റെ ഉമ്മറത്ത് ഇറക്കി കിടത്തിയേനെ. ഇവനെ ജീവനോടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും. മേഡം നേരെ വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് ആ പ്രണവിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവനെ ഈശ്വരമംഗലത്തേക്ക് പറഞ്ഞുവിട്. അല്ലെങ്കിലുണ്ടല്ലോ, നിധി പറഞ്ഞ പോലെ ഒരു ആംബുലൻസ് സൈറന് മുഴക്കി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കും. ഗൗതം, നീ കൈവച്ചിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ നേർക്ക. നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. ഹലോ ഹലോ, വെറുതെ ഭീഷണിപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഗൗതം പറഞ്ഞതേ അങ്ങോട്ട് അനുസരിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്നേ ഒരു ആംബുലൻസിനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. വെക്കട്ടെ? ഹലോ നിധി, എടി നിധി. ഗൗതം, ഒന്നും വേണ്ട, ഇയാളെ പറഞ്ഞു വിട്ടേക്ക്. ഇയാളുടെ ഫോൺ പിടിക്ക്. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഗൗതമിന്റെ കൈ കൊണ്ട് ഇയാൾ ചാവും. ഇത് നീ ചെവിയിൽ നുള്ളിക്കോ ഗൗതം. നിന്റെ തന്തയുടെ പ്രായമുള്ള എന്നെ നീ പിടിച്ചുകൊണ്ടുവന്ന് ഉപദ്രവിച്ചല്ലേ. വെറുതെ വിടില്ലടാ നിന്നെ ഞാൻ. താൻ എന്നെ എന്ത് ചെയ്യൂ? ഒരു ചുക്കും താൻ എന്നെ ചെയ്യില്ല. വേണ്ട, വിടും. നിക്കങ്ങോട്ട്. ഒന്നുമില്ലെങ്കിൽ ഇയാൾ പറഞ്ഞതുപോലെ അച്ഛന്റെ പ്രായമുള്ള ആളല്ലേ ഗൗതം. വിട്ടേക്ക്. പൊയ്ക്കോ, ഇറങ്ങിപ്പോ. ഇനി ഇവിടെ നിക്കരുത്, പോവാൻ. എന്താ ഗൗതം ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വലിയ കഷ്ടമുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും എന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് എന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കേട്ടു നിൽക്കണോ? സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എത്ര ചോദിച്ചാലും എന്റെ അച്ഛന്റെ പേര് പോലും പറയാൻ എന്റെ അമ്മയോ നീയോ തയ്യാറല്ലല്ലോ. വയ്യ, ചിലപ്പോ നിയന്ത്രണം വിട്ടുപോയെന്റെ. ഇയാളെ കൊല്ലാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി. എന്തു പറഞ്ഞു വേണമെങ്കിലും എന്നെ അപമാനിച്ചോട്ടെ, ഞാനത് സഹിക്കും. പക്ഷേ ഇനി അച്ഛന്റെ പേര് പറഞ്ഞ് എന്റെ പത്തി മടക്കാൻ നോക്കിയ ചിലപ്പോ ഞാനൊരു കൊലയാളിയായിപ്പോ. അത് വിട്, വാ നമുക്ക് പോവാം. അല്ല, ഞാൻ CKCയും കൊണ്ട് ഇങ്ങോട്ടാണ് വന്നതെന്ന് നീ ഇങ്ങനെ അറിഞ്ഞു? നീ ഇവിടെ എങ്ങനെ എത്തി നിധി? ഗൗതം തെരുവിൽ കിടന്ന് തല്ലുകൂടിയ ഗൗതമിനെ എന്നെ അറിയാവുന്ന എത്ര ആൾക്കാരുണ്ട്. അവരതെന്നെ വിളിച്ചു പറയില്ലേ? വിളിച്ചു പറഞ്ഞവരോട് തന്നെ ഗൗതമിനെ ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റി. വാ പോവാം, വാ. ഗൗതം കാർ എടുക്ക്, ഞാൻ ആ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് വരാം. എത്രയായി ചേട്ടാ? 300 രൂപ. അതെ, വേറൊരു ഓട്ടോ കൊടുക്കുന്നുണ്ടല്ലോ, അതിലാരാ വന്നത്? അത് അപ്പുറത്തെ വീട്ടിലെങ്ങാനും വന്നതായിരിക്കും. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളതുകൊണ്ട് കയറ്റിയിട്ടതാവും.
നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഗൗതം വന്നേ, കാർ എടുക്ക. കേറ്. കൃത്യസമയത്ത് നിധി എത്തിയതുകൊണ്ട് എന്റെ മോനൊരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അറിയാതെങ്കിലും അവൻ അവന്റെ അച്ഛന്റെ കൊലപാതകയായി പോയേനെ. എന്തായാലും ഞാനാണ് നിധിയെ വിളിച്ചു വരുത്തിയതെന്ന് എന്തായാലും അവള് ഗൗതമിനോട് പറയില്ല. പറയുകയാണെങ്കിൽ അത് ചിലപ്പോ വേറെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും കാരണമായേനെ. അച്ഛൻ ആരാണെന്നറിയാത്തവൻ എന്ന് കളിയാക്കിയതിന്റെ പേരിൽ ഗൗതം ഇത്രയും തല്ലിയെങ്കിൽ അങ്ങനെ ഒരു പേരുദോഷത്തിന് കാരണക്കാരനായതേ CKC ആണെന്നറിഞ്ഞ ഗൗതം ഇയാളെ കൊന്നു കളയുന്ന കാര്യത്തില് ഒരു സംശയമില്ല. എന്തൊരു കുലുക്കോടെ തന്റെ ഓട്ടയ്ക്ക്, വേദന കടിച്ചമർത്തി അതിനകത്തിരുന്ന്. ഇമാതിരി പണി കിട്ടിയവർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയത് ഓട്ടോയല്ല, ആംബുലൻസാ. ഓ പോയെ ഒരു വർത്താനം പറയണ്ട. ജ്യോതി, നാളെ തോന്നില്ലേ നിങ്ങൾക്ക് ഈ പരുവത്തെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? ആ ഗൗതമിന്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചു കൂട്ടിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്താ ജ്യോതി അത്? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ പിടിച്ചോണ്ട് പോയി എണ്ണത്തോണി കടത്തി ശുശ്രൂഷിക്കണം. എന്റെ പട്ടി വരും അതിന്. ഈ പരുവത്തിൽ നിങ്ങളെ തല്ലി ചതയ്ക്കുമ്പോഴും നിങ്ങളുടെ കൈ എന്താ മനുഷ്യ പുളി പറിക്കാൻ പോയിരുന്നു? നാണം കെട്ട് ഏർപ്പാടായിപ്പോയി. തിരിച്ചു തല്ലാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്റെ കൈക്കില്ല ജ്യോതി അവൻ. പക്ഷെ വാക്കില്ലാതൊരു അടി തലയ്ക്ക് തന്നെ കിട്ടി. അതോടെ പിടിവിട്ടുപോയി. ഇനി കിട്ടിയതിന്റെ കണക്കൂടി വിശദീകരിക്കണ്ട. നിങ്ങൾക്ക് നാണോ ഇല്ലെങ്കിൽ എനിക്ക് അല്പം നാണോ ഉണ്ട്. അത് വിട്. നീ എന്താ ഇങ്ങ് വീട്ടിലേക്ക് പോന്നു? ഓഫീസിൽ ഇരുന്നാ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ബെസ്റ്റ്. എങ്കിൽ പിന്നെ ഗംഭീരമായിരുന്നേനെ. വീഡിയോ കോളിൽ നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം തൃപ്തി ആയതാ. ഈ കോലത്തിലെങ്ങാനും നിങ്ങൾ അങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിലേ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടി പിൻവലിച്ചുകൊണ്ട് ക്ലയൻസ് ഓടി രക്ഷപ്പെട്ടേനെ. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, അതിനുവേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയോ? നിങ്ങൾ ഇല്ലാതിരുന്നിട്ടും ആ ക്ലയൻസുമായി ഞാൻ സംസാരിച്ച് പറഞ്ഞതിന്റെ ഇരട്ടി തുകയില ആ ഡീൽ ഉറപ്പി.